അമേരിക്കൻ ഇറാൻ ധാരണാപത്രത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ യുഎസ് ലംഘിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാന്റെ താൽക്കാലിക പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ സയ്യേദ് മജീദ് എബ്നോ ഇറേസ. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്യുന്നു. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ യുഎസിനെതിരെ ശക്തവും അവർ പിന്നീട് വിഷമിക്കേണ്ടി വരുന്നതുമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇറാൻ മന്ത്രി പറഞ്ഞത്. ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും യുഎസിനെ ഇറാൻ സൈന്യം വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലെ പാകിസ്ഥാന്റെ പങ്കിനെ ഇറാൻ മന്ത്രി പ്രശംസിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന സുഹൃത്തുക്കളുടെ ഐക്യദാർഢ്യവും കരുണയും ഇറാൻ ഒരിക്കലും മറക്കില്ല എന്നും പാകിസ്ഥാന് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു. ഒരു പ്രാദേശിക സുരക്ഷാ ശൃംഖല ഇസ്ലാമിക ലോകത്തിന് വേണമെന്ന ഇറാന്റെ നേരത്തെയുള്ള ആവശ്യവും പാകിസ്ഥാൻ മന്ത്രിയുമായുള്ള സംഭാഷണത്തിനിടെ എബ്നോ ഇറേസ ആവർത്തിച്ചു. ഇറാൻ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത്, മറ്റു മുസ്ലിം രാജ്യങ്ങൾ എന്നിവർ പങ്കാളികളായ ഒരു സുരക്ഷാ സഖ്യത്തിനായുള്ള ആവശ്യമാണ് ഇറാൻ ആവർത്തിച്ചത്. ലെബനനിലെ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നതിനാൽ ഇറാനെ ആക്രമിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. ഇത്തരം വാചകമടികൾ നടത്തുമ്പോൾ യുഎസ് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണമെന്ന് ഇറാന്റെ മുതിർന്ന ചർച്ചാ പ്രതിനിധി മുഹമ്മദ് ഖാലിബാഹിന്റെ പ്രതികരണവും പിന്നീട് പുറത്തുവന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം എത്തുന്നത്. ലെബനനിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ ഉടനടി നിയന്ത്രിച്ചില്ല എങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ശക്തമായ സൈനിക ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ തങ്ങളുടെ സൈന്യം ഏത് തരത്തിലുമുള്ള തിരിച്ചടിക്കും സജ്ജമാണെന്നും അമേരിക്ക വാക്കുകളിൽ സൂക്ഷ്മത പുലർത്തണമെന്നും ഇറാൻ മറുപടി നൽകി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് കടുത്ത ഭാഷയിൽ ഭീഷണി മുഴക്കിയത്. ലെബനനിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന, തങ്ങൾ വൻതോതിൽ പണം നൽകി വളർത്തുന്ന നിഴൽ ഗ്രൂപ്പുകളെ ഇറാൻ ഉടനടി തടയണം. അവർ അത് ചെയ്തില്ല എങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത പോലെ ഇറാനെ വീണ്ടും ശക്തമായി ആക്രമിക്കും. ഇത്തവണ അത് അതിനേക്കാൾ കഠിനമായിരിക്കുമെന്നും ട്രംപ് കുറിച്ചു. ട്രംപിന്റെ പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായാണ് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഹ് രംഗത്തെത്തിയത്. അമേരിക്കയുടെ ഇത്തരം ഭീഷണികൾ തങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അവരുടെ ഭീഷണികൾ ഫലപ്രദമായിരുന്നുവെങ്കിൽ ഇന്ന് അവർ എത്തിപ്പെട്ടിരിക്കുന്ന ഈ നിരാശാജനകമായ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? അമേരിക്കൻ ഭീഷണികൾക്ക് ഞങ്ങൾ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല. പ്രസ്താവനകൾ നടത്തുമ്പോൾ അവർ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ സായുധ സേന തികച്ചും വ്യത്യസ്തമായ രീതിയിൽ മറുപടി നൽകാൻ പൂർണ്ണ സജ്ജമാണ്. അവർക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം, എന്നാൽ ഞങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുന്നവരാണെന്നാണ് ഖാലിബാഹ് പറഞ്ഞത്. അതേസമയം സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. പശ്ചിമേഷ്യയിലെ ബന്ധങ്ങൾ ശാശ്വതമായി മാറ്റിയെഴുതാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും വാൻസ് വ്യക്തമാക്കി. നമുക്ക് ഒന്നിച്ചിനി എത്രത്തോളം മുന്നേറാൻ കഴിയും? ഒരു പുതിയ തുടക്കം കുറിക്കാൻ നമുക്കാകുമോ? പശ്ചിമേഷ്യയിലെ ബന്ധങ്ങളിൽ ശാശ്വതമായ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? അതോ പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമോ? പഴയ രീതി തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, എന്നാൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് വാൻസ് കൂട്ടിച്ചേർത്തത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ആഴ്ച ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച പ്രാഥമിക കരാറിന്റെ തുടർച്ചയായാണ് ഞായറാഴ്ചത്തെ ചർച്ചകൾ നടന്നത്. യുഎസ് പ്രതിനിധി സംഘത്തിൽ വാൻസിനൊപ്പം ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ചീഫ് നെഗോഷിയേറ്റർ മുഹമ്മദ് ബാഗർ ഖാലിബാഹുമാണ് ഇറാന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. പാകിസ്ഥാനും ഖത്തറുമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിച്ചതും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.